ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ധ്രുവൻ വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ് ശ്യാം സാറിനെ. അപ്പോൾ ശ്യാം സാറും നന്ദിനി അമ്മയും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. പ്രഭു ഹരിറാം, പ്രൊഫസർ ക്യാ ഹുവാ എന്നൊക്കെ ചോദിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണുന്നത്. കൊള്ളാം, നല്ല ഉഗ്രം വീട് എന്ന് പറഞ്ഞു. ഇത് റെൻ്റാണല്ലേ? പക്ഷേ ഹായ് ഡിയർ, എനിക്കൊരു കോഫി വേണം എന്ന് ആരതിയോട് പറയണം. ഒരു ലൈറ്റ് കോഫി, മധുരം തീരെ വേണ്ട കേട്ടോ. ഡിയർ വേഗം ചെന്ന ഒരു കോഫി എടുത്തോണ്ട് വാ, ചെല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിനെ നോക്കിയപ്പോഴത്തേനും ആദർശ് ചെല്ല് എന്നുള്ള മട്ടിലിങ്ങനെ തലയാട്ടി കാണിച്ചു. അപ്പോൾ ആരതി നേരെ അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോൾ പ്രൊഫസർ സാറേ, ക്യാഷ് തരുവാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കോഫി കുടിച്ചിട്ട് പോയിക്കോളാം. പണത്തിൻ്റെ കാര്യം ശരിയായിട്ടില്ല, നീ ഇപ്പം തൽക്കാലം ഇവിടുന്ന് പോകാൻ നോക്ക്. അതെന്താ ബ്രോ അന്യരോട് സംസാരിക്കണ പോലെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കുന്നത്? ധ്രുവ, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എൻ്റെ പൊന്നു ബ്രോ. അതെ, നിങ്ങൾക്ക് ഞാൻ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്? ഞാൻ നിങ്ങളോട് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അല്ലല്ലോ. ഒരു മാതിരി എന്താ പറയുക, ടെററോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറല്ലേ എന്ന് പറഞ്ഞു. ഞാനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ആദ്യം അത് മനസ്സിലാക്കേണ്ട ബ്രോ എന്ന് പറഞ്ഞു. അപ്പം ധ്രുവൻ അവിടെ കയറി ഇരിക്കുകയാണ്. പ്രൊഫസർ സാറേ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ അനുസരണയോടെ ശ്യാം സാർ ഇരിക്കുകയാണ്. അല്ല അമ്മ ഇരിക്കമ്മേ എന്ന് പറഞ്ഞു. അപ്പം നന്ദിനി അമ്മയും ശ്യാം സാറിൻ്റെ അടുത്തിരുന്നു. പാവം പേടിച്ചിട്ടാട്ടോ വേഗം തന്നെ ഇരുന്നത്. ബ്രോ, ഒരു കാര്യം മനസ്സിലാക്കാം, ഇന്ന് ക്യാഷ് തരാമെന്നാണ് പ്രൊഫസർ എന്നോട് പറഞ്ഞിരുന്നത്. പ്രൊഫസർ സാറൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നീ ചോദിച്ച പണം ഞാൻ തരാം, പക്ഷേ ഒരു 2-3 ദിവസത്തെ അവധിയും കൂടി നീ എനിക്ക് തന്നേ പറ്റുമോ? അതുകൊണ്ട് നിനക്കോ തരാനുള്ള പണം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ഓ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിൽക്കുകയാണ്. എൻ്റെ പൊന്ന് പ്രൊഫസറെ, ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? എൻ്റെ പണം ഇന്ന് തരാമെന്നല്ലേ പ്രൊഫസർ സമ്മതിച്ചിരുന്നത്? എന്നിട്ടോ ആണല്ലോ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ട് ഇപ്പോൾ പറയുന്നു 2-3 ദിവസം കൂടി കഴിയണം എന്ന്. നിങ്ങളിങ്ങനെ ഓരോ ദിവസവും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ് കല്ലിപ്പൂണ്ട് നിൽക്കുകയാണ്. പ്രൊഫസറെ, നിങ്ങളെക്കൊണ്ട് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞതെന്നല്ലോ. ആരതി എനിക്ക് കെട്ടിച്ചതാ, അപ്പം പ്രശ്നവും തീർന്നല്ലോ. സോ സിമ്പിൾ കാര്യമുള്ളൂ. ധ്രുവ, മര്യാദയ്ക്ക് സംസാരിച്ചോ നീ, അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് നേരെ ചൊവ്വ ഇറങ്ങി പോവില്ല കേട്ടോ, പറഞ്ഞേക്കാം. ആദർശ് ബ്രോ, നിങ്ങൾ നല്ല കിഡിലൻ ഫൈറ്ററാണെന്ന് എനിക്ക് നന്നായി അറിയാം. ബ്രോയുടെ ബോക്സിംഗ് ഹിസ്റ്ററിയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ സ്വന്തം അളിയനോട് ബോക്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അളിയനൊന്ന് ചിന്തിച്ച് നോക്ക് അല്ലേ ശ്യാം സാറേ എന്ന് ചോദിച്ചു. ഡാ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു. ആദർശേ വേണ്ട ആദർശേ എന്ന് ശ്യാം സാർ പറഞ്ഞു. അല്ല ബ്രോ, ഞാൻ ആരതിയെ കല്യാണം കഴിച്ചാലേ എന്താ തെറ്റ് ഒന്ന് പറഞ്ഞേ. ആ ശങ്കർ ബായിയെ പോലെ ഒരു ഗുണ്ടയെ കൊണ്ട് നിങ്ങൾ ഗൗരിയെ കെട്ടിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഗൗരിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു ഗുണ്ടയല്ല, ഞാനൊരു സെറ്റ് ഫാമിലിയിലെ പയ്യനാ. എന്താ, ഞാനൊരു ഗുണ്ടയേ അല്ല. പിന്നെ ഞാൻ നല്ല ക്വാളിഫൈഡുമാണ്. ശങ്കർ ബായിയേക്കാളും എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് ഈ ഞാൻ. ബ്രോ തന്നെ മുന്നിൽ നിന്ന് വേണം ഈ കല്യാണം ഒന്ന് നടത്തി തരാൻ കേട്ടോ. എന്താ കാര്യം എന്ന് അറിയോ? പിന്നെ ബ്രോയ്ക്ക് ഒരു അന്തസ്സുള്ള ഒരു അളിയനെ കിട്ടുന്നൊരു പരിപാടിയല്ലേ അളിയ. അപ്പോൾ പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ പ്രൊഫസറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആരതി ഇതേ കോഫിയായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴാണ് ആദർശ് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കണം. കോഫി കൊണ്ട് വരാൻ നിന്നോട് റെഡി പറഞ്ഞതാ, അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്, കയറി പൊടിയാത്ത എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ പേടിപ്പിച്ചപ്പോഴത്തേനും ആരതി അകത്തേക്ക് കയറിപ്പോയി. ബ്രോ, ആ പാവം ആരതി ഇങ്ങനെ പേടിപ്പിക്കണമായിരുന്നോ? ഒന്നുമില്ലെങ്കിലും പുള്ളിക്കാരത്തി എൻ്റെ ഫ്യൂച്ചർ വൈഫല്ലേ. സംഭവം ബ്രോ ആങ്ങളെയൊക്കെ ആണെങ്കിലും എൻ്റെ വൈഫിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, കുറ്റി പുകച്ച് ഒരെണ്ണം കൊടുത്തു. ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തൂക്കിയെടുത്ത് ആദർശ് നേരെ പുറത്തേക്ക് കൊണ്ടുപോവാണ് ഇവനെ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനെ വേണ്ട എന്ന് പറഞ്ഞു നന്ദിനി അമ്മയെ ശ്യാം സാറും. ആദർശ് ഇവനെ പിടിച്ച് തള്ളി നേരെ പുറത്ത് കൊണ്ടുപോയി മറിച്ചിട്ടിട്ട് എണീക്കട ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വലിച്ചിങ്ങോട്ട് പൊക്കിയിട്ട് ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ നീ പിന്നെ ജീവനോടെ പുറത്ത് പോവില്ല, പറഞ്ഞേക്കാം. മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ് ഒരു ഇട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും ആദർശേ നീ എന്തേ കാണിക്കണത്, നിനക്ക് ഒരു ബോധം ഇല്ലാണ്ടായോ എന്ന് ചോദിച്ചു ശ്യാം സാറ്. എടാ വിടാനാ പറഞ്ഞത്, എടാ നീ വിടറ അവനെ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിൻ്റെ കയ്യിൽ നിന്ന് അവനെ വിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ കിട്ടാളൊക്കെ മേടിച്ചു.
സാരമില്ല പ്രൊഫസറെ, എന്താണെങ്കിലും ഭാവിയിലെ അളിയനല്ലേ, പിന്നെ ആരതിയുടെ ചേട്ടനല്ലേ, ഞാനങ്ങ് ക്ഷമിച്ചു കേട്ടോ. സംഗതി എന്താണെങ്കിലും സൂപ്പർ അടിയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും എല്ലാ ദിവസവും ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഇത്ര ഇടിക്ക് നല്ല ഘനം, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ രണ്ടും എന്ന് പറഞ്ഞു. അതെ പ്രൊഫസറെ, അപ്പോൾ ഞാൻ സീൻ ഉണ്ടാക്കുന്നില്ല, തൽക്കാലം ഞാനിവിടെ നിന്ന് അങ്ങ് വിട്ടുപോവാം. പക്ഷേ നാളെ ഞാൻ ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ. അമ്മേ ആരതി ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു. അതെന്താ, ഒന്ന് വിളിക്കമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി മിണ്ടാതെ നിൽക്കുകയാണ്. അതെ ബ്രദർ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു, ഒരു ചെറിയ മാറ്റർ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി ഓടിപ്പിടച്ചതേണ്ട അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. ആ ദേ എത്തിയല്ലോ ആരതി. ആ പിന്നെ ആരതിയും കൂടി കേൾക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ആരതി ഒന്ന് വിളിക്കാൻ പറഞ്ഞത്, അല്ലാതെ ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയട്ടെ. നാളെ ഞാൻ വരും, ഞാൻ വെറുതെ ഒന്നും അല്ലട്ടോ വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നാളെ ഒരു ദിവസം കൊണ്ട് പ്രൊഫസറിന് ഈ 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, നോ ടെൻഷൻ, നോ ഒൺലി കോംപ്രമൈസ് എന്ന് പറഞ്ഞു കേട്ടോ. എന്താ കാര്യം എന്നറിയാവോ, നാളെ ഞാൻ വരുന്നത് ജോത്സ്യനെയും കൊണ്ടാ. എന്തിനാണെന്നറിയണ്ടേ, എന്താ അയാളെ കൊണ്ടുവരുന്നതെന്ന് പ്രൊഫസറിന് മനസ്സിലായോ? നാളെ ഉണ്ടല്ലോ എൻ്റെ അരതിയുടെയും കല്യാണം, നാളെ തന്നെ അത് നടത്തണം. നാളെ ഏതാ നല്ല മുഹൂർത്തം എന്നൊന്ന് നോക്കണം. നല്ല മുഹൂർത്തം നമുക്ക് അയാൾ നോക്കി പറയണ്ടേ, ജോത്സ്യരൊക്കെ വേണം, എന്നാലല്ലേ ഒരു ഗുമ്മുള്ളൂ. ആ മുഹൂർത്തത്തിൽ ഞങ്ങളുടെ കല്യാണം കേട്ടോ. എന്താ ഓക്കെ അല്ലേ? ബ്രോയ്ക്ക് നല്ല കലിപ്പ് വരുന്നുണ്ടല്ലേ ബ്രോ? എന്നാൽ പിന്നെ ഞാൻ വിടുക കേട്ടോ, ഇനി ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ, നാളെ ഞാൻ ആരതി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എൻ്റെ ആൾക്കാരുമായിട്ട് വരും കേട്ടോ. മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാം എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇവനങ്ങ് ഇറങ്ങിപ്പോവാണ്. ആരതിക്ക് ഇത് കണ്ടപ്പോഴത്തേന് സഹിക്കാൻ പറ്റിയില്ല, ആരതി കരഞ്ഞോണ്ട് അകത്തേക്ക് പോവാണ്. അപ്പം മുത്തശ്ശി അവിടെ നിൽപ്പുണ്ട്. എന്താ മോളെ നീ എന്തിനാ കരയണത് എന്ന് ചോദിച്ചു. അപ്പോൾ ആരതി ഒന്നും മിണ്ടിയില്ല, മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചെന്ന് കരഞ്ഞതേ ഉള്ളൂ. മോളെ ഞാൻ ചോദിക്കുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ആരതി ഒന്നും സംസാരിച്ചില്ല കേട്ടോ. ആരതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയതേ ഇല്ല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പം നമ്മുടെ ദേവിയമ്മ എത്തിയിരിക്കുകയാണ്, നമ്മുടെ മഹാദേവനും ഉണ്ട്. അപ്പം മഹാദേവൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ദേവിയമ്മയോട് പറയുകയാണ്. അപ്പോൾ ദേവിയമ്മ ഇതെല്ലാം കേട്ടിട്ട്, ദേവിയമ്മ ഞാൻ ചോദിച്ചേ, ഞാനിപ്പോൾ എന്തുട്ടാ വേണ്ടത് എന്ന് ചോദിച്ചു. ദേവിയമ്മ പറയണത് പോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. മഹാദേവ, ശങ്കറിനെ ആ പ്രൊഫസറുടെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നീ മറന്നു പോയോ എന്ന് ചോദിച്ചോ. ഇലക്ഷനാണ് വരുന്നത്, അതെ ഇതൊക്കെ മുന്നിൽ കണ്ടല്ലേ ആ വിവാഹം നടത്തിയത്. നീ ഇപ്പം ചെയ്യേണ്ടത് മറ്റെല്ലാം മറന്ന് മോളെയും മരുമോളെയും ഇപ്പം തന്നെ ചാരങ്ങാട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. നീ വേഗം തന്നെ അങ്ങനെ ചെയ്താൽ നമ്മുടെ ശങ്കറിൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ ഈ ചാരങ്ങാട്ട് മഹാദേവൻ തോറ്റു പോവില്ലേ ദേവിയമ്മ? വലിയ വിജയങ്ങളെക്കുറിച്ച് ചിന്തിക്കും മഹാദേവ, ചെറിയ തോൽവികളെ നീ മറന്നുക്കളാ, അതാ നല്ലത്. ഇപ്പം തന്നെ നീ ശങ്കറിനെ വിളിക്കുക, അവൻ്റെ പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ നീ പറ എന്ന് പറഞ്ഞു. അപ്പം മഹാദേവൻ വേഗം തന്നെ ഫോൺ എടുത്തു, എന്നിട്ട് ശങ്കറിനെ വിളിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ദേവിമാരെ നോക്കി വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിമ പറഞ്ഞ അപ്പില്ലല്ലോ. അപ്പോൾ അതേ ശങ്കറിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഇത് അച്ഛനാണല്ലോ. അച്ഛാ എന്ന് വിളിച്ചു. അപ്പം അച്ഛന് ഇപ്പോഴല്ലേ എന്നെ ഓർമ്മ വന്നത് എന്ന് ചോദിച്ചു ശങ്കർ. എടാ കന്നാലി, നിനക്ക് നിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് നല്ല ഭയങ്കര ചിന്തയാണല്ലോ. അതെ, നിനക്ക് നിൻ്റെ പെണ്ണിനെ കുറിച്ചല്ലാണ്ട് വേറൊരു ചിന്തയുണ്ടോടാ, പറയടാ എന്ന് ചോദിച്ചു. അപ്പം എനിക്കാണ്, ഓ പിന്നെ അവിടെ നിങ്ങൾ രണ്ടുപേരും ലൈഫൊക്കെ എങ്ങനെയുണ്ടടാ എന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യട്ടാ, നീ നിൻ്റെ പെണ്ണിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് പോരട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ദേവിമാവ് എന്നോട് സംസാരിച്ചുകൊണ്ടാട്ടോ ഞാൻ നിന്നോട് ക്ഷമിക്കണത്. അയ്യോ എന്തുട്ടാ പറഞ്ഞത് അച്ഛൻ, തിരിച്ചു വരാനോ? അതേടാ തിരിച്ചു വരാൻ തന്നെ എന്ന് പറഞ്ഞു മഹാദേവൻ. എടാ വെറുതെ അവിടെ കിടന്ന് നരയിക്കേണ്ട കാര്യമുണ്ടോടാ, വേണോ? അതെ അച്ഛാ, സ്വന്തം മോനെയും അവൻ്റെ ഭാര്യയും കുറിച്ച് എൻ്റെ അച്ഛന് ഇത്രയും ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ അച്ഛൻ ചാരങ്ങാട്ടിന്ന് പുറത്താക്കില്ലായിരുന്നല്ലോ. പുറത്താക്കുമായിരുന്നോ? പിന്നെ എൻ്റെ അച്ഛനോട് എന്നെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് തിരിച്ചു വിളിക്കാനായിട്ട് അച്ഛനോട് ദേവിയമ്മ പറയേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ നേരത്തെ എന്നെ വിളിക്കില്ലേ? ഗൗരിയും തൽക്കാലം എങ്ങോട്ടും വരണില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു.
കൊണ്ടോ ഹോ എൻ്റെ പൊന്നോ ദേവിമ, കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം? ആ പ്രൊഫസറുടെ കൂടിയ പിന്നെ അവന് മൊത്തം എങ്ങനെയാ എന്തൊട്ട് പറഞ്ഞാലും അവൻ തലതിരിച്ച് മാത്രമേ കേൾക്കുള്ളൂ. എന്താ ചെയ്യാനാ? ഞാനിപ്പോൾ എന്തുട്ടാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവിമ ഇങ്ങനെ ഇരിക്കും, ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ശങ്കറിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് ഐത്തും ജോജും കൂടെ അങ്ങോട്ടേക്ക് വരിക. എടാ ജോജു, നോക്കിക്കേടാ നീയാ, ശങ്കർ ബായ് നല്ല ഹാപ്പി ആണല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചോ. എന്താണാവോ, ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്താ എന്ന് ചോദിച്ചു കേട്ടോ. ശങ്കർ ബായി പറയാ, ഒടുക്കത്തെ ഹാപ്പിയുടെ കാര്യം എന്താ? എടാ ഐത്തേ ജോജു, നമ്മുടെ അച്ഛൻ നമ്മളെ തിരിച്ചു വിളിച്ചിടാ എന്ന് പറഞ്ഞു. ആണോ? എത്രയും വേഗം ഗൗരിയും കൂട്ടിക്കൊണ്ട് ഷീറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അത് പൊളിച്ചല്ലേ ശങ്കർബായിയെ. അപ്പം നമ്മുടെ ഫൈനൽ ശങ്കർബായി തന്നെ ജയിച്ചൂലേ? നമ്മുടെ അച്ഛനെ നമ്മളെ കാണാണ്ടിരിക്കാൻ പറ്റില്ലടോ. അപ്പോൾ ശങ്കർബായിയും ഏട്ടത്തെയും കുടിലിൽ നിന്ന് വീണ്ടും കൊട്ടാരത്തിലേക്ക് യാത്രയാകുകയാണ് അല്ലേ? എടാ പക്ഷെ ഒരു കാര്യം കേട്ടോ, ഞാൻ പോലെ ഹാപ്പിനെസ് ഒന്നും കാണിച്ചില്ല കേട്ടോ. തിരിച്ചു വരാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി വെയിറ്റൊക്കെ ഇട്ട് 2 ഡയലോഗ് അടിച്ച് വലിയ താല്പര്യമൊന്നുമില്ലാതെ ഫോണങ്ങ് കട്ട് ചെയ്തു. അതെന്ത് പരിപാടിയാണ് ശങ്കർബായി കാണിച്ചത്? ദേ അത്രയ്ക്ക് വേണമായിരുന്നോ എന്ന് ജോജു ചോദിച്ചു. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാടാ. അച്ഛൻ ഇനിയും വിളിക്കും, അച്ഛനെ ഒരുപാട് നിർബന്ധിക്കും, എന്നിട്ടേ ഞങ്ങൾ ചാരങ്ങാട്ട് പോകാവൂ. എന്നാലേ നമുക്കൊരു വെയിറ്റൊക്കെ അവിടെ ഉണ്ടാവുള്ളൂന്നേ. അല്ലാണ്ട് വിളിച്ച ഉടനെ ഓടിച്ചെന്നാലേ ഞാനും എൻ്റെ ഗൗരിയും വെറുതെ പട്ടിണി കിടന്ന് നരകിക്കാണെന്ന് കരുതില്ലേ? അത് വേണ്ട. അതുകൊണ്ടാടോ ഇത്തിരി വെയിറ്റൊക്കെ ഇട്ടത്. അച്ഛൻ ഇനിയും വിളിക്കും. ഇനി നിങ്ങൾ നോക്കിക്കോ. ശങ്കർബായി ഏട്ടത്തി അമ്മയോട് ഇക്കാര്യം പറഞ്ഞോ? ഇല്ല. അതെ, അവളോട് പറയാം. അവളോട് പറയുമ്പോൾ അവൾ ഇതെന്താണെങ്കിലും ഭയങ്കര ഹാപ്പി ആവും എന്ന് പറഞ്ഞ് ഓടിപ്പടച്ച് ശങ്കർ നമ്മുടെ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗൗരി ഏതോ സ്വപ്ന ലോകത്തിരിക്കുകയാണ്. ഗൗരി വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം പറയട്ടെ, നമ്മുടെ അച്ഛൻ വിളിച്ചു കേട്ടോ. അച്ഛൻ വിളിച്ചുണ്ടല്ലോ നമ്മളോട് എത്രയും പെട്ടെന്ന് ചാരങ്ങാട്ടേക്ക് ചെല്ലാൻ. ഇനി ഒരു പ്രശ്നവുമില്ല, ആരോട് മാപ്പും പറയണ്ട, ഒരു കുന്നവുമില്ല. ഇപ്പം നമ്മളാ ജയിച്ചേ. സന്തോഷമായില്ലേ ഗൗരിക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഇങ്ങനെ ആലോചിക്കുകയാണ്, ആരതി എന്നുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നാണ് നമ്മുടെ ഗൗരിയുടെ ചിന്ത. നിനക്ക് എന്താ ഗൗരി ഒരു സന്തോഷം തോന്നണില്ലേ? ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ചിരിച്ചു. ശങ്കർബായി എന്തുട്ടടാ എന്ന് ചോദിച്ചു. ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് ഐത്തും ജോജുവും കൂടെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ശങ്കറിനെ. അപ്പോഴും ആരതി അങ്ങനെ പറയാനായിട്ട് എന്തോ കാരണമുണ്ട്, അല്ലെങ്കിൽ അവൾ അങ്ങനെ സംസാരിക്കില്ല, ഉറപ്പായിട്ട് സംസാരിക്കില്ല. ആരതിയോട് നേരിട്ടൊന്ന് സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ എന്ന് തന്നെ ഗൗരി അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആരതിനെയാണ് കേട്ടോ. അപ്പോൾ രാത്രിയായി, ആരതിക്ക് ഒരു സമാധാനവും ഇല്ല. നമ്മുടെ ധ്രുവനെ ഓർത്തിട്ട് നാളെ അവൻ വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോവും എന്നൊക്കെ ഓർക്കുമ്പം ആകെ തീയാണ് കേട്ടോ. എന്തിനാ അയാളെ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലായോ? നാളെ എൻ്റെയും ആരതിയുടെയും കല്യാണം എന്ന് അവൻ പറഞ്ഞ കാര്യമാണ് മനസ്സ് നിറച്ച്. അപ്പോൾ പേടിച്ചാണ് കേട്ടോ പാവ നിൽക്കുന്നത്. ഇനി എൻ്റെ ചേച്ചി വിഷമിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. നാളെ എന്നെ കൊണ്ടുപോകാൻ ധ്രുവം വരും. അതിനു മുൻപ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അവൻ്റെ കയ്യിലെ കളിപ്പാവയായിട്ട് ഈ ജീവിതം മുഴുവൻ നരകിച്ച് കഴിയാനായിട്ട് എനിക്ക് വയ്യ എന്ന് തന്നെ തീരുമാനിച്ചു. ധ്രുവൻ ജയിക്കാൻ പാടില്ല. നാളെ അവൻ എന്നെ കൊണ്ടുവരാൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ അവൻ എന്നെ കൊണ്ടുപോവുള്ളൂ. അത് ഞാനൊരു പണി കണ്ടിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, എന്നെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് തന്നെ ആരതി ബോൾഡായിട്ടൊരു തീരുമാനം അങ്ങ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്ററൊക്കെ എഴുതി നേരെ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവർ നല്ല ഉറക്കത്തിലാട്ടോ. എന്നിട്ട് ആ ലെറ്റർ എടുത്ത് നേരെ സൈഡിലേക്ക് വച്ചു. എന്നിട്ട് അച്ഛ, അമ്മേ, എനിക്ക് വേറെ നിർവാഹമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അച്ഛനും അമ്മയും ക്ഷമിക്കണം. എൻ്റെ അച്ഛന് ഇനിയും ഒരു സങ്കടം വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ആരതി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ കാണുന്നത് ധ്രുവനെയും അതുപോലെ തന്നെ അപ്സലയും ഷാനിനെയാണ് കേട്ടോ. അപ്പോൾ ഇവന്മാർ 3 പേരുടെ എന്നെ നടുറോട്ടിൽ നിന്നിങ്ങനെ ആലോചനയിലാണ്. അപ്പോൾ ഭയങ്കര ആലോചന. അതെ, എൻ്റെ പൊന്നു മച്ചാനെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഷാനെ, നിൻ്റെ ഡൗട്ട് എന്താണെന്ന് എനിക്ക് പറയാതെ തന്നെ അറിയാം. നമ്മുടെ പ്രൊഫസർ സാറിന് നാളെ എന്താണ് പണം ചോദിച്ചത് തരാൻ കഴിയുമോ എന്നല്ലേ ഡൗട്ട് ഏതാണ്ടതാണ്. പക്ഷേ അതല്ല മച്ചാനെ, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഷാനെ 1 മിനിറ്റ് എന്ന് പറയുകയാണ് അപ്സല. നീ ആരതിയെ ശരിക്കും കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു അപ്സല. അപ്പം ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഇവൻ. അതെ,
എന്താടാ നീ അങ്ങനെ ചോദിച്ചത്? മച്ചാനെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചതാ എന്ന് പറഞ്ഞു. ആരതിയെ കല്യാണം കഴിച്ചാൽ എന്താടാ കുഴപ്പം? അവൾ നല്ല കൊച്ചല്ലേ, അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ശങ്കർ ഭായും ഗൗരിയും ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എടാ നെഗറ്റീവ് കോന്താ, നീ എന്തൊരു മണ്ടനാടാ. എടാ ശങ്കർ ഭായും ഗൗരിയും ഈ കാര്യം അറിയുമ്പോഴേക്കും ആരതി എനിക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ആരതി ആ റോഡിലൂടെ തന്നെയാണ് കേട്ടോ നടന്നു വരുന്നത്. ഇവന്മാർ 3 പേരും ആ റോഡിൽ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആരതി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ആരതി റോഡിലൂടെ ഇങ്ങനെ പാതിരാത്രിക്ക് നടന്ന് പോവാണ്. അപ്പോൾ നാളത്തെ കാര്യം മച്ചാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? പ്രൊഫസർക്ക് പണം തരാൻ പറ്റിയില്ലെങ്കിൽ ആരതിയെ മച്ചാൻ കൊണ്ടുപോവോ? നാളെ പ്രൊഫസറുടെ വീട്ടിലേക്ക് ഞാൻ പോണത് ഒരു ഉഗ്രൻ ജോത്സ്യനെയും കൂട്ടിക്കൊണ്ടായിരിക്കും. എന്നൊരു രാത്രിക്കുള്ളിൽ 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആരതി കൈവിട്ട് പോവും. മച്ചാനെ, ആരതി പോയാലും 10 ലക്ഷം രൂപ കൈ കിട്ടില്ലേ ധ്രുവ? മച്ചാനെ പൈസയില്ലേ ആവശ്യം? പക്ഷേ എനിക്ക് പണവും വേണം, അവളെയും വേണം, അതാ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു ധ്രുവൻ. അപ്പം ആരതിയാണെങ്കിൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ആകാശക്കുഴപ്പത്തിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്ലാനാ. നീ ആണെങ്കിൽ അതൊന്നും ഞങ്ങളോട് തുറന്നു പറയുന്നുമില്ല. മച്ചമാരെ ദേ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയുന്ന കാര്യം, ഞാൻ ആരതിയെ വിവാഹം കഴിക്കുന്നു, പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മരുമകനാകുന്നു. അതെ, അവിടം വരെ കൃത്യം ഓക്കെയാണ്. പിന്നെയാണ് ടിസ്റ്റോട് ടിസ്റ്റ് എന്ന് പറയാം എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല മച്ചാമാരെ, ഞാനുണ്ടല്ലോ ഗൗരിയോടുള്ള എൻ്റെ പക തീർക്കുന്നത് ആരതിയെ ഉപയോഗിച്ചായിരിക്കും ഞാൻ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു. ആരതിക്ക് എന്താണേലും എന്നെ എതിർക്കാൻ കഴിയില്ല, ഗൗരിക്ക് എന്താണേലും എന്നെ തടയാനും കഴിയില്ല. സ്വന്തം അനിയത്തിയുടെ ജീവിതം കൺമുന്നിൽ നശിക്കുന്നത് കാണുമ്പോൾ ഗൗരിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ഓർത്ത് നോക്കിയാൽ മച്ചാമാരെ. ആത്മാർത്ഥമായിട്ട് ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, അതെൻ്റെ ശിവാനിയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക്. എന്നെ സംബന്ധിച്ച് ആരതി എന്ന് പറയുന്നത് വജ്രായുധം മാത്രമാണ്. ഗൗരിയോടും ശങ്കർ ഭായിയോടുള്ള പക വീട്ടാനുള്ള ഒരു വജ്രായുധം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താ മച്ചന്മാരെ നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്തത്? എടാ ധ്രുവ മച്ചാനെ, ഇതൊരു കൈവിട്ട കളിയാട്ടോ, പറഞ്ഞേക്കാം. എടാ ഷാനെ, ഈ അഫ്സലിനെ പോലെ കൂടി നീയും മൊത്തം നെഗറ്റീവായോ എന്ന് ചോദിച്ചു. എടാ മച്ചന്മാരെ, ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് ഫ്ലോയിലെത്തിയിരിക്കുന്നത്. എനിക്കിപ്പോൾ ശരിക്കും തോന്നുന്നത് എന്താണെന്നറിയോ? നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പം ഈ രാത്രി തന്നെ പോയി ആരതിയെ ഇങ്ങ് പൊക്കിക്കൊണ്ട് വന്നാലോ എന്നാലോചിക്കണത്. എന്നിട്ട് ഇവനിങ്ങനെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരതി നടന്ന് ദേവന്മാരുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യാണ്. ഡാ മച്ചന്മാരെ, ഇന്ന് നൈറ്റ് ഫുള്ള് നമുക്ക് ചില്ല് പാർട്ടി ആട്ടോ, ഒന്നിനും ഇന്ന് ഉറങ്ങുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരതി പാസ് ചെയ്ത് പോണത്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.